ഹലോ ഫ്രണ്ട്സ്, ഒരു നല്ല ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു അയൺ കടായി എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് സ്ലൈസ് ചെയ്ത ഓണിയൻ ഒരു വലിയ 4 സബോളയാണ് എടുത്തത്. അത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണേ. പിന്നെ അതിനകത്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടത് അതിൽ വഴറ്റുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഈ വഴറ്റ് ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഈ ചിക്കൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ചിക്കൻ റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം ഇതിനെ. പിന്നെ അതിനകത്ത് ഞാനൊരു 2-3 ഗ്രാമ്പു 2-3 ഏലക്കയും വെറുതെ ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ ഇട്ടു. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒട്ടും വെള്ളമില്ലാതെ ചിക്കന് നിരത്തി അതിനകത്തോട്ട് വെച്ച് കൊടുക്കണേ. ഒട്ടും വെള്ളം കാണാനില്ല. നല്ലതായിട്ട് കഴുകി പിഴിഞ്ഞ ചിക്കൻ ആയിരിക്കണം. അതിൽ വെള്ളം ലാസ്റ്റിലേ നമ്മൾ ചേർക്കുന്നുള്ളൂ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. വെള്ളം ഒട്ടുമില്ലാതെ സുക്കയായിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അല്ല, നമുക്ക് ചപ്പാത്തിക്കൊക്കെ തിന്നാനാണെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്ത് വേണമെങ്കിലും ലാസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ച് വേണം എടുക്കാൻ. പിന്നെ ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഇടിച്ചതാണ്, ചതച്ചത് ചേർത്തത്. അത് നല്ലതായിട്ട് മൂക്കണം. അത് മൂക്കത്ത് അതിൻ്റെ മണം വരുമ്പോൾ മനസ്സിലാവും ഈ ചിക്കന് മൂത്തിട്ടുണ്ടെന്ന്. അതുവരെ നമ്മളിതൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ 2 ടൊമാറ്റോ, 1 ടൊമാറ്റോ ഇട്ടിട്ടുള്ളൂ ഞാൻ. 2-3 പച്ചമുളക് വെറുതെ അരിഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ അങ്ങിട്ടു. ടൊമാറ്റോ 3-4 കട്ട് ചെയ്ത് അങ്ങിട്ടു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി, പെപ്പർ പൊടി, അങ്ങനെയുള്ള പൊടികളൊക്കെ ചേർത്തു. ചിക്കൻ മസാല വേണമെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ, ചിക്കൻ മസാല ചേർത്തിട്ടില്ല. പിന്നെ നന്നായിട്ട് പൊടി നന്നായി മൂക്കുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഒട്ടും വെള്ളം ഒഴിക്കല്ലേ. പിന്നെ അടച്ച് വെച്ചിട്ട് വെള്ളം വരും. അടച്ച് വെച്ച് അത് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം വരും. പിന്നെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് അത് അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വേറെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സുക്ക ചിക്കനായിട്ട്, ചിക്കൻ സുക്കയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വേവിച്ച് അതെടുക്കണം. നമ്മളതിനകത്ത് ഉള്ളിയൊന്നും കാണാനേ പറ്റില്ല. അതുപോലെ അത് വെന്തങ്ങ് യോജിക്കും. അങ്ങനെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാനിതിൻ്റെ കൂടെ ഉള്ളിയുടെ പൊറോട്ടയാണ്, ഒണിയൻ പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. അത് നെക്സ്റ്റ് ടൈം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബൈ.